മിറർ കണ്ട അപ്പം എന്തെങ്കിലുമൊക്കെ എടുക്കണം, അതാണ് അതിൻ്റെതായ ഒരു ഇത്. ഞാൻ ആക്ച്വലി ഷോർട്സ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത് കാരണം ഇപ്പം അത് ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്തായാലും വന്ന കാര്യം പറയാം. ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് ക്ലാസ്സിലേക്കാണ്. ഡെയിലി ഇനി വീഡിയോസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. ബസ് സ്റ്റേഡിയം എത്തി. സ്റ്റേഡിയത്തിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ജസ്റ്റ് 2 കാല് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കാണാം. അപ്പം ഇതാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. 2 ആഴ്ചത്തെ ലോങ് ലീവിന് ശേഷം ക്ലാസ്സിലേക്ക് പോവാണ്. ശരിക്കും ക്ലാസ്സിലുള്ളവരൊക്കെ ഞെട്ടും. അവരുടെ എക്സ്പ്രഷനും കൂടെ നമുക്ക് കാണാം. അങ്ങനെ ഞെട്ടലും പൊട്ടലും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാറ്റേൺ മേക്കിംഗ് ആണ്. ഈ ഒരു പരിപാടി മാത്രം എന്നെ കൊണ്ട് നടക്കണ പരിപാടിയല്ലാന്ന് എനിക്ക് എന്നോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള പെൻഡിങ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് എനിക്കത് റെഡിയാവാത്തത് കൊണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ എനിക്ക് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതാം എന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു കോള് വന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് തിക്ക് തിരക്കി ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിൽ നിന്ന് 2 പേര് എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ഹൈവേയിലുള്ള ഒരു ഹോട്ടലാണ്. ഇതിനു മുന്നേ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയ അവസാനം. അപ്പം ഇലയിലാണ് കേട്ടോ കഴിക്കുന്നത്. ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇലയൊക്കെ വെച്ച് ഞാനിങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത താളം ദീപ് തിരികെടുത്തു. ഇവിടെ ഭയങ്കര താളം പിടിയാണ് ഗൈസ്. അത് കഴിഞ്ഞു, നമുക്ക് ഫുഡ് വരാനായി. ഇവർ 2 പേരും ചോറാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഉച്ചയ്ക്ക് നല്ല നാടൻ ചോറ് കഴിക്കുന്നതാണ് വൈബ്. പക്ഷെ ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് ലെഗ് പീസ് തന്നെ കിട്ടി. ലെഗ് പീസ് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. പക്ഷേ അത് ശരിക്കും എക്സൈറ്റഡ് ആയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബിരിയാണി ഇവിടുത്തെ ഇഷ്ടമല്ല കേട്ടോ. ഈ പാലക്കാട് ഇങ്ങനത്തെ റെഡ് ബിരിയാണിയാണ് കിട്ടുക. നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇല്ലേ, വൈറ്റ് റൈസ്, അതാണ് ടേസ്റ്റ്. പക്ഷെ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ഞാനിത് നന്നായി കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കോളയും കൂടെ വന്നു. കോളയും കൂടെ കുടിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വേറെ എങ്ങോട്ടുമല്ല, വർക്ക്ഷോപ്പിലേക്കാണ്. അങ്ങനെ ഇപ്പോൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഈ കയ്യിലുള്ള ബിസ്ക്കറ്റ് വേറെ ആർക്കുമല്ല, ഇവിടെ ഒരു കുഞ്ഞൻ അതിഥിയുണ്ട്, ഇവന് കൊടുക്കാനാണ്. ഇവന്റെ പേര് ഇവരിട്ടിരിക്കുന്നത് മാർക്കോ എന്നാണ്, പക്ഷെ ഞാൻ സുന്ദരി എന്നാണ് വിളിക്കുക. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പം അവന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒമിനി കിടക്കുന്നു. ഒമിനി പണിയെടുക്കാൻ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് അതിൻ്റെ കുറച്ച് പാർട്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് വീട്ടിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാഹസിക പ്രകടനം കണ്ടോ. ഒറ്റക്കൈ വിട്ട് ഒരു കൈയിൽ പെപ്സി, അതൊക്കെ പറ്റുമോ സക്കീർ ബൈക്ക്? വീടെത്തിയപ്പോഴേക്കും എന്തായാലും സമയം 3:15 കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാഗുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വീടെത്തിയ സ്ഥിതിക്ക് കിടന്നുറങ്ങാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. എന്താകുമെന്ന് അറിയില്ല. പറഞ്ഞ വാക്ക് എന്തായാലും പാലിച്ചിട്ടുണ്ട്. നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള ചായ കൂടിയാണ്. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ചായ കൂടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണം. അപ്പോൾ കുറച്ച് പാത്രങ്ങളും ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ കഴുകാനുണ്ടായിരുന്നു, കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് കറി വെക്കണമെന്ന് ഇതുവരെ പ്ലാനിങ് ഇല്ല. പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചോറും വെച്ചു. കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. ഇപ്പം അത് ധൃതി പിടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തുടരും സിനിമ കാണാൻ പോകാമെന്നൊരു പ്ലാന് വന്നു. അപ്പം വേഗം അർജന്റ് പിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം പമ്പയിൽ നിന്ന് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നത് ജിഷ്ണു, ഞാനും സെല്ലും അമ്മയും കൂടിയിട്ടാണ്. ഇവിടുന്ന് പാലക്കാടൊന്നും ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊഴിഞ്ഞാമ്പാറ വരെ പോയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. കൊഴിഞ്ഞാമ്പാറ അത്യാവശ്യം നമ്മുടെ അവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട്. അപ്പോൾ ഇതാണ് തിയേറ്റർ. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. നേരത്തെ എത്തി, എന്നാലും നമുക്ക് എവിടെയാണ് പാർക്കിങ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആരുടെങ്കിലും ചോദിച്ചിട്ട് വേണം പോകാൻ. സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഇവിടുന്ന് പോപ്കോണും പിന്നെ ആ ഒരു ചക്രം പോലത്തെ ഒരു സാധനമല്ലേ, അതാണ് ഞാൻ കഴിക്കുക. എനിക്ക് പോപ്കോൺ ഇഷ്ടമല്ല. അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ആദ്യം തിയേറ്ററിന്റെ ഉള്ളിലേക്ക് തന്നെ പോണത്. ഞങ്ങൾ തുടരും. അങ്ങനെ ഇപ്പൊ തുടരും തുടങ്ങിയിട്ടുണ്ട്. സിനിമ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം. എന്താണെങ്കിലും എനിക്ക് സിനിമയെക്കാളും ഈ പാട്ടുകൾ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ, ആ ഒരു വിഷ്വലും ആ ഒരു സൗണ്ടിലും ഇരുന്ന് കാണാൻ അടിപൊളി ഫീലാണ് കേട്ടോ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുമാറ്റേ
അങ്ങനെ ഇപ്പൊ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ സമയം ഏകദേശം 12:30-1 മണിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ തിയേറ്ററിൽ നിന്ന് വണ്ടി എടുക്കാനുള്ള ബംഗപ്പാടാണ് ഈ കാണുന്നത്. സിനിമ കണ്ടതിന്റെ തലവേദന മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവുക, കിടന്നുറങ്ങുക. അങ്ങനെ ഇപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.